എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു കുട്ടി വ്ളോഗില്ലായിരുന്നോ, നമ്മൾ വിൻ്റർ ക്ലോത്ത്സൊക്കെ സ്വെറ്റ് ഷർട്ട്സൊക്കെ പാക്ക് ചെയ്ത് അലമാരിക്കകത്ത് വെച്ച് അലമാരിയൊക്കെ പൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അൺഎക്സ്പെക്റ്റഡ് അതിഥി വന്നിട്ടുണ്ടെന്ന്. ആ അൺഎക്സ്പെക്റ്റഡ് അതിഥി വേറെ ആരുമല്ല കേട്ടോ, മഴയാണ്. അപ്പോൾ ഇവിടെ അതൊരു അൺഎക്സ്പെക്റ്റഡ് അതിഥിയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ആവുന്ന ടൈമിൽ ഗൾഫിലുള്ള കൺട്രീസിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെ മഴ അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമല്ലല്ലോ. അതുപോലെ ഇവിടെ നന്നായി മഴ പെയ്താൽ ബുദ്ധിമുട്ടുമാണ് കേട്ടോ, പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു മൂഡ് എന്നാൽ പിന്നെ ഒരു ഡ്രൈവിനൊക്കെ പോയാലോ എന്ന്. അങ്ങനെ പിന്നെ ഞാനും ഏട്ടനും ശിവവും കൂടി ആസ് യൂഷ്വൽ വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങി. നാട്ടിലിപ്പോൾ നല്ല മഴയാണെങ്കിൽ നമ്മളൊന്നുമില്ലെങ്കിൽ നല്ല ചൂട് ചായയോ പഴംപൊരിയോ പരിപ്പുവടയോ ഒക്കെ കഴിച്ചിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും കോഴിക്കോട് ബീച്ചിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ എക്സ്പ്ലോർ ചെയ്യില്ലേ. എൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ അതൊന്നും അല്ല കഴിക്കാൻ പോകുന്നത്. കാരണം നമ്മളിവിടെ ഒരു ജൻ ആൽഫ കൊച്ചുണ്ടല്ലോ, ശിവുട്ടൻ. അപ്പോൾ ഈ പ്രാവശ്യം അവൻ്റെ ചോയ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രനാഡ മോളുണ്ട്, അത്യാവശ്യം ഒരു വലിയൊരു മോളാണ്. അതിൻ്റെ സൈഡിലൊരു കുട്ടി മോളുണ്ട്, സിദ്ര മോൾ. അപ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം, PF ചാങ്സ് എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കാലം മുന്നേയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഡൈനമൈറ്റ് ഷ്രിംപ് ഇല്ലേ, അത് ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇപ്പം നാട്ടിൽ അത് ഒരുവിധം എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കിട്ടും കേട്ടോ ഡൈനമൈറ്റ് ഷ്രിംപ്. പക്ഷേ ഒറിജിനൽ ഡൈനമൈറ്റ് ഷ്രിംപ് PF ചാങ്ങിൻ്റെയാണ്. ഞങ്ങൾ ഇതിന് മുന്നേ കുവൈറ്റിലുള്ളപ്പം പോയിട്ടുണ്ട് PF ചാങ്ങിൽ. അപ്പോൾ ഇവിടെ ഇതുവരെ പോയിട്ടില്ല, എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പോയില്ല, എന്നാൽ പിന്നെ കുറച്ച് കഥ പറയാൻ വേണ്ടി ആരെങ്കിലും കൂട്ടാമെന്ന് വിചാരിച്ചപ്പം ഏട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട് റഹ്മാൻ, പുള്ളിയുടെ വൈഫും കൂടി വന്നു. അപ്പം എന്താ ഷൂട്ട് നടക്കുന്ന എക്സൈറ്റഡാണ്. അവനാണ് ആദ്യം പോകുന്നത്, ബിക്കോസ് അവന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാമല്ലോ. അപ്പം ഞങ്ങൾ കയറി. നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ആ മെനു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഡൈനമൈറ്റ് ഷ്രിംപ്സും പിന്നെ നമ്മുടെ മോമോസില്ലേ, സ്റ്റീംഡ് മോമോസാണ്. പക്ഷെ മോമോസ് നല്ലതുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു സോസാണ്. ഇതൊരു ചൈനീസ് ക്യൂസീൻ സെർവ് ചെയ്യുന്നൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടുത്തെ സോസൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഡൈനമൈറ്റ് ഷ്രിംപ്സും അത് എല്ലാവർക്കും അറിയാമല്ലോ ടേസ്റ്റാണ്. അപ്പോൾ അതും മോമോസുമാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നെ മെയിൻ കോഴ്സിന് എന്ത് ഓർഡർ ചെയ്യുന്ന ചർച്ചയിലുമാണ്. കാരണം കുറേയൊക്കെ മെനുകളിലായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവില്ല, നമുക്ക് അത്ര പരിചയമുള്ള റെസിപ്പീസൊന്നും ആയിരിക്കില്ല. ഇത് ഷൂട്ടൻ്റെ ഒരു അഭ്യാസമാണ് ചോപ്സ്റ്റിക്ക് വെച്ചുള്ള. അവന് പിന്നെ പരിഷ്കാരികൾ ഇങ്ങനെ ചോപ്സ്റ്റിക്കൊക്കെ വെച്ചാണല്ലോ കഴിക്കുക. ഞാൻ പിന്നെ ആ ഫോർക്കും നൈഫും വെച്ച്, ഇല്ലെങ്കിൽ കൈ കൊണ്ട് കഴിക്കും. അങ്ങനെയാണ്. ഇത് എൻ്റെ വകയുള്ള അടുത്തൊരു അഭ്യാസം, ഫോർക്കും നൈഫും വെച്ചിട്ട് മര്യാദയ്ക്ക് കൈ വെച്ച് അങ്ങോട്ട് കഴിച്ചാൽ മതി. പക്ഷെ വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മോമോസിൻ്റെ ആ ഒരു സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയും വേണമെങ്കിൽ നമുക്കൊന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. പിന്നെ ഞങ്ങൾ ഡ്രിങ്കായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് എടുത്ത്. ഇതാ വന്നല്ലോ ഷിവൂട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റം. അവൻ ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. സുഷി, ആളൊരു സുഷി ഫാനാണ്, ഞങ്ങളല്ല കേട്ടോ. ബാക്കി എല്ലാവരും കുറച്ച് ടേസ്റ്റ് ചെയ്തു, ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്തു, എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതൊരു ഡൈനമൈറ്റ് ഷ്രിംപ് സുഷി റോളായിരുന്നു. പിന്നെ ഇതായി കാണുന്ന ഇത് ഒരു പാഡ് തൈ ആണ്. ഇത് റഹ്മാനും വൈഫും കൂടി ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് നൂഡിൽസ്, സ്പെഗറ്റിയോ നൂഡിൽസോ അങ്ങനെ എന്തോ ആണ്. എനിക്ക് ഇപ്പോഴത്തെ കൈൻഡ് ഓഫ് പേരുകളൊന്നും അത്ര അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തോ. അപ്പോൾ ഇതാണ് മംഗോളിയൻ ബീഫ്. ഇത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെസിപ്പി ഇതാണ്. ഒരു സ്ലോ കുക്ക്ഡ് ഒരു നല്ലൊരു ടേസ്റ്റ്, ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഷിവൂട്ടൻ്റെ അടുത്ത ഡിമാൻഡ്, എന്നാൽ പിന്നെ ഡെസേർട്ട് കഴിക്കണം ആൾക്ക്. തൊട്ടടുത്ത് തന്നെ അന്ന് ജസ്റ്റ് അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ചീസ് കേക്ക് ഫാക്ടറി. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ എന്താണ് ഓവർലോഡഡ് ഒറിയോ ചീസ് കേക്കാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് അത് ആശാനിരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ. ഞങ്ങൾ ഒരു മാംഗോ ലെമൺ ചീസ് കേക്ക് എടുത്ത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഓവർ ഒരു ഷുഗറി ഒരു മധുര ടേസ്റ്റും അല്ല, എന്നാൽ നമുക്കൊരു ഓക്കെയുള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ എന്താ പുറത്തുനിന്ന് കഴിച്ചതെന്ന് വെച്ചാൽ അവിടെ വലിയ ലോങ് ക്യൂ ആയിരുന്നു ഉള്ളിൽ. പിന്നെ ടേബിളൊക്കെ നോക്കി വെറും ഡെസേർട്ടിന് വേണ്ടി മാത്രം ഇനി അതൊക്കെ വെയിറ്റ് ചെയ്ത് കഴിക്കണ്ടല്ലോ, പുറത്ത് ബെഞ്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാർസൽ മേടിച്ചിട്ട് പുറത്തിരുന്ന് കഴിച്ച് കുറച്ച് നേരം കൂടി കഥയൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിലോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു നോർമലായി പോകേണ്ട ഒരു ദിവസത്തിന്
ഒന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് എൻജോയ് ചെയ്തപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയി, അതിൽ നിന്നൊരു മെമ്മറി ക്രിയേറ്റ് ആയി. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറേ വർഷങ്ങളായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ കുറേ മെമ്മറീസ് എൻ്റെ കയ്യിലുണ്ട്. ഓരോന്നും ഞാൻ ഓരോരോ കഥകളായിട്ട് നിങ്ങളടുത്ത് പോകെ പോകെ പറഞ്ഞു തരാം കേട്ടോ. തിരിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയായിരുന്നു, കണ്ടില്ലേ, ഫുള്ള് റോഡ് നനഞ്ഞ് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ മഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴയുള്ളൊരു ദിവസം എന്താ ചെയ്യാറ്? വീട്ടിൽ തന്നെ ചിലവർക്ക് പുതപ്പിനടിയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നതായിരിക്കുമല്ലോ ഇഷ്ടം, പുറത്തിറങ്ങുന്നതൊന്നും ഇഷ്ടമായിരിക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങളെ ഫേവറേറ്റ് മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ ഒരു ഡ്രൈവൊക്കെ പോകുന്നതാണ് സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു മഴയൊക്കെ ഉള്ള ദിവസം എന്താ ചെയ്യാമെന്ന് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കത് കേൾക്കാൻ വായിക്കാമല്ലോ, എന്താണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ അറിയാമല്ലോ. നാട്ടിലാണെങ്കിൽ പിന്നെ കസിൻസും എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ആഘോഷമായിരിക്കും. ഇവിടെ പിന്നെ ഇതൊക്കെയല്ലേ ഞങ്ങൾക്ക് കുറച്ച് എൻജോയ്മെൻ്റ് ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ഒരു വീക്ക് എപ്പോഴും എനിക്കൊരു വീക്ക് ബ്രേക്കാണ്, അല്ലെങ്കിൽ പുതിയൊരു വീക്ക് തുടങ്ങുമ്പോൾ എന്തോ ഒരേ റുട്ടീൻ, നമ്മൾ മെക്കാനിക്കൽ ഒരേ റുട്ടീനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു വീക്ക് തുടങ്ങുമ്പം എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോയാൽ പോലും ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ചെയ്താൽ എനിക്കൊരു കൂടുതൽ സന്തോഷം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സന്തോഷം കമൻറ്റിൽ എന്നെ അറിയിക്കൂ കേട്ടോ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.